ഒരു സാധനം ഇല്ലല്ലോ ഏട്ടാ. പഞ്ചസാര എവിടെയുള്ള? പഞ്ചസാരയില്ല. ഈ പരിപ്പില്ല. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? സബ്സിഡി ഇനത്തിലുള്ള ഒരു സാധനവും സപ്ലൈക്കോ ഇവിടെ ഇല്ല. മനസ്സിലായോ? സബ്സിഡി ഇല്ലാത്ത ചെറിയ പൈസ സംഭവം വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. അല്ലാതെ സബ്സിഡി കിട്ടുന്ന പ്രതീക്ഷ ദയവ് ചെയ്ത് സപ്ലൈക്കോ വരരുത്. സബ്സിഡി ഇല്ലാത്ത നോർമൽ ചാർജുള്ള എല്ലാ സാധനവും ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ പാവപ്പെട്ടവരൊക്കെ എന്താ ചെയ്യട്ടെ ഇങ്ങനെ പോവാണെങ്കിൽ? പാവപ്പെട്ട് പുറത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കുക, അത്ര രക്ഷയുള്ളൂ. എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് കാര്യമില്ല, പുറത്തുള്ള ഏതെങ്കിലും കടയിൽ പോവാം. അങ്ങനെ കണ്ടല്ലോ സപ്ലൈക്കോ വരുന്ന ഓരോ വ്യക്തിയുടെ അവസ്ഥയാണിത്. അതായത് അന്നന്ന് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരാണ് സപ്ലൈക്കോയിലേക്ക് വരുന്നത്. അവർക്കാകട്ടെ ഗവൺമെൻറ് നൽകുന്ന ആനുകൂല്യങ്ങൾ സബ്സിഡിയിൽ സാധനം കിട്ടാനുമില്ല. അത് ഇന്നത്തെ അല്ല, ഒരുപാട് നാളുകളായിട്ടുള്ള അവസ്ഥയാണ്. കാരണം നമ്മുടെ സപ്ലൈക്കോന് ഗവൺമെൻറ് കൊടുക്കാനുള്ള അത്രയും കുടിശ്ശികയാണ്. പിന്നെ എങ്ങനെ അവിടെ സാധനം ഉണ്ടാവും? അപ്പോൾ സാധാരണക്കാർ എങ്ങനെ ജീവിക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ അവസരത്തിൽ നമുക്ക് ഒരുപാട് നമ്മുടെ സപ്ലൈക്കോയുടെ ഔട്ട്ലെറ്റുകൾ പൂട്ടുന്ന അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് ശമ്പളമില്ല. കാരണം അവരും പിന്നെ ഒരു കുടുംബമുള്ള ആൾക്കാരാണ്, അവർക്കും ജീവിക്കണ്ടേ അല്ലേ? ഇപ്പോൾ നമ്മുടെ അതാവട്ടെ, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ കൊടുത്തൊരു ബഡ്ജറ്റ് നമ്മുടെ കേരള ബഡ്ജറ്റ്. ആ കേരള ബഡ്ജറ്റിലാവട്ടെ ധനവകുപ്പ് മന്ത്രി നമ്മുടെ സപ്ലൈക്കോന് വേണ്ടി ഒന്നും മാറ്റി വെച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റി വെക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പല ആൾക്കാരും പറയുന്ന കാരണം അറിയോ? സ്മാരകത്തിന് വേണ്ടിയിട്ടും റോഡിന് വേണ്ടിയിട്ടും മറ്റ് പലതിനും വേണ്ടിയിട്ട് നമ്മൾ കോടികൾ നീക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ആ പണി നടക്കുമ്പോൾ കൊടുത്താൽ മതിയല്ലോ. ഇപ്പോൾ സപ്ലൈക്കോന് ഇപ്പം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് കൊടുക്കാനാണെങ്കിൽ സർക്കാരിൻ്റെ കയ്യിൽ കാശുമില്ല. പിന്നെ എങ്ങനെ പ്രഖ്യാപിക്കും? ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. കാരണം അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരെ ആശ്രയിക്കുന്നതാണ് സപ്ലൈക്കോ പോലുള്ള സ്ഥാപനങ്ങൾ. അതുകൊണ്ടൊരു അപേക്ഷയാണ്, എത്രയും പെട്ടെന്ന് സപ്ലൈക്കോ ഈ പ്രശ്നങ്ങൾ തീർത്തിട്ട് സബ്സിഡി ഇനത്തിലുള്ള സാധനങ്ങൾ കൊണ്ട് നിറയ്ക്കുക. സാധാരണക്കാരൊന്ന് സന്തോഷിച്ച് ജീവിക്കട്ടെ. ഇതൊരു അഭ്യർത്ഥന മാത്രമാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. This program sponsored by Dark Brown Paint Supermarket.